പോലുമില്ല സീരിയസ്ലി ഒരു കൊതുക് പോലുമില്ല നോക്കി ചെടുക്കാന്ന് പറഞ്ഞാൽ ഈ ഫുള്ളും ഞാൻ തന്നെ നിന്ന് തീർക്കണം ഇവിടെ വേറെ ആരും ഇല്ല. നമസ്കാരം സുഹൃത്തുക്കളെ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് നെട്ടൂരാണ്. നെട്ടൂര് നോർത്ത്. ഇപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ ലേക്ക് വേ റെസ്റ്റോ എന്ന് പറഞ്ഞൊരു ചെറിയ റെസ്റ്റോ കഫേയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചുറ്റും ഒന്ന് നോക്കിയേ, നല്ല അടിപൊളി കായല് ഒക്കെ ഉള്ളൊരു നല്ല വൈബുള്ള സ്ഥലം. ഈ കായൽ നോക്കി, നല്ല രസമുള്ള സ്ഥലം ഗൈസ്. മാത്രമല്ല നല്ലൊരു ഫ്രഷ് എയറൊക്കെ വരുന്നൊരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം ഗൈസ്. എന്താ സ്പെഷ്യൽ ഉണ്ടാകുന്ന അറിയില്ല. മാത്രമല്ല നിങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കൊന്ന് നോക്കിയേ, മൊത്തം ഫുള്ളാണ്. ഞാൻ ജസ്റ്റ് പുള്ളിക്കാരുടെ ഞാൻ ഒരു വീഡിയോ എടുത്തോടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇരിക്കാൻ നോക്കിയപ്പോൾ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ, ഫുള്ളായി. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാം ഫുഡ്. എന്താ സ്പെഷ്യൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്ന് കഴിക്കാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങൾ ഈ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഞാൻ നേരത്തെ എടുത്തത് നോർമൽ മോഡലാണ്. ഇത് iPhone 15 ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് സിനിമാറ്റിക് എടുത്ത് അതിലാണ് എടുക്കുന്നത്. സിനിമാറ്റിക് എടുക്കുമ്പോൾ ഇത്തിരി കൂടി ഇതാവുന്നുണ്ട്. കിടിലൻ റെസ്റ്റോറൻ്റ് അല്ലേ ഗൈസ്, കിടിലൻ വൈബ്. നിങ്ങൾ ശരിക്കും ഒരു വീടിൻ്റെ പുറം ഫ്രണ്ട് പോലെ, ശരിക്കും ഒരു കേരള വീട് പോലെ. ലേക്ക് വേ റെസ്റ്റോ. ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, ആഫ്റ്റർ ലോങ് വെയിറ്റിംഗ് നമുക്ക് ഫൈനലി ഒരു സീറ്റ് കിട്ടി ഗൈസ്. ഇവിടെ നല്ല അടിപൊളി ലൈറ്റിംഗ് വർക്കൊക്കെ ഉണ്ട് ഗൈസ്. നല്ലൊരു വൈബുള്ള റെസ്റ്റോറൻറ്റ്. ഫ്രണ്ട് അടിപൊളി. തൊട്ടപ്പുറത്ത് കായലാണ് ഗൈസ്. ഇത് നോർത്ത് നെട്ടൂര് അറ്റത്താണ് ശരിക്കും ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെ കൈ കഴുകുന്ന സെറ്റപ്പൊക്കെ ഒരു അടിപൊളി രസമുള്ളൊരു സെറ്റപ്പ് ഗൈസ്. സോ ഗൈസ്, പുള്ളിക്കാരൻ നമുക്ക് മെനു ഉണ്ടെന്നാണ്. ലേക്ക് വേ റെസ്റ്റോ കഫേയിലെ മെനു. ഫ്രൈഡ് റൈസ് ഉണ്ട്, കറികളുണ്ട്, കോംബോ പുട്ട് ബീഫ്. സത്യം പറഞ്ഞാൽ പുട്ടും ബീഫ് ഇന്നലെ കഴിച്ചാണ് ചോദിച്ചത്. എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ പിടിയും കോഴിയും ഉണ്ട്. പിടി നമുക്ക് അത്ര ഇതില്ല, പിടി വേണ്ട. ചിക്കൻ സൂപ്പ് ഇത് മതി കേട്ടോ. ഗീ റൈസും ബീഫും. പിന്നെ ഇതെന്താ വ്യത്യാസം എന്ന് പറയാമോ? ഈ ചിക്കൻ സൂപ്പും ചിക്കൻ ക്ലിയർ സൂപ്പും അല്ല, എങ്കിൽ ഒരു ചിക്കൻ ക്ലിയർ സൂപ്പ് എടുത്തോ, അത് ഒരെണ്ണം എടുത്തോ. പിന്നെ മറ്റേ ഗീ റൈസും ബീഫും. പിന്നെ കേസ് ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ ആൾക്കാരും പൊറോട്ടയും പിന്നെ അൽഫാമാണ് കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്. രാത്രി ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10 മണിയായി രാത്രി. അല്ല, ഒരു 9:30 ടൈമായി. അതുകൊണ്ടായിരിക്കും എല്ലാവരും കൂടുതലും കഴിക്കുന്ന അൽഫാം, പൊറോട്ട സംഭവങ്ങളൊക്കെയാണ്. ഞാൻ പക്ഷേ ഓർഡർ ചെയ്ത് ഗീ റൈസാണ്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. സത്യം പറയല്ല, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആകെപ്പാടെ രാവിലെ ഒരു 2 ഉഴുന്നോടെ കഴിച്ചു, അത്രേ ഉള്ളൂ. അല്ല, അത് കഴിച്ചു, ഉഴുന്നോടെ കഴിച്ചു. പിന്നെ ഉച്ചക്കൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാം കൂടി രാത്രി വന്ന് ഹോട്ടലിൽ കഴിക്കാം, ഒരു കണ്ടൻറ്റും ആവും നമുക്ക്. മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചത് ഇങ്ങനത്തെ ആംബിയൻസ് ഉള്ളത്. നിങ്ങൾ നോക്കിയേ, മൊത്തം ചുറ്റും ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ആംബിയൻസ്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയട്ടെ, ഇവിടെ ഒറ്റ കൊതുക് പോലും ഇല്ല. സീരിയസ്ലി ഒരു കൊതുക് പോലും ഇല്ല. നോക്കിയേ, കൊച്ചി ഫോർട്ട് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ എൻ്റെ മോനെ അവിടെ കൊതുകിരി വെച്ചാൽ പോലും ഒരു രക്ഷയില്ല. കാരണം അവിടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ അമ്മാരിയാണ്, കൊതുകിൻ്റെ അയ്യൽ കളിയാണ് റെസ്റ്റോറൻറ്റ് കൂടുതൽ സായിപ്പന്മാരും അറിയാലോ, ഫോറിനേഴ്സ് അവിടെയാണല്ലോ വരുന്നത്. പക്ഷെ കൊതുകിൻ്റെ അയ്യൽ കളി. ഇവിടെ ഒറ്റ കൊതുകില്ല കേട്ടോ. കാലിലേക്ക് ഇതായതുകൊണ്ടായിരിക്കും ഒട്ടും കൊതുകില്ല. കൊതുക് ഈച്ച ഒന്നുമില്ല. നമ്മളെ സൂപ്പ് എത്തി. ദിസ് ഈസ് അവർ സൂപ്പ്. ഇവിടുത്തെ വെള്ളം കണ്ടോ? ഇത് മറ്റേ ഇത് മറ്റേ കരിങ്കാലി വെള്ളം അല്ലേ, അങ്ങനത്തെ സംഭവം അല്ലേ. നല്ല ചൂടുണ്ട്, ഫ്രഷ് സാധനമാണ്. ഊടി കഴിക്കാം. സൂപ്പിൽ ഒരു കട്ട് ചെയ്തേക്കണുണ്ട്, പച്ചക്കറി കട്ട് ചെയ്തേക്കണം. നോക്കി കൊള്ളാല്ലേ സംഭവം. ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചേക്കണ ഷേപ്പ് കൊള്ളാല്ലേ. ചുറ്റിന് എല്ലാ ഇതും ഇട്ടിട്ടുണ്ട്. കൊള്ളാം. നല്ല കുറുകിയ സൂപ്പ്. ഒട്ടും
ഇപ്പം ലൈറ്റ് അല്ല, നല്ല ഒരു എന്താ പറയുക കുറുകിയ സൂപ്പ്. സോ സുഹൃത്തുക്കളെ, നമ്മൾ വിഭാഗം എത്തി. നമ്മളെ ചോറും ആണ് ഞാൻ പറഞ്ഞത്. പപ്പടം ഉണ്ട് കേട്ടോ, ഭാഗ്യം. കുറച്ചെടുക്കാം നമുക്ക്. അല്ല, കുറച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഈ ഫുള്ളും ഞാൻ തന്നെ നിന്ന് തീർക്കണം, ഇവിടെ വേറെ ആരുമില്ല. എന്നാലും നമുക്ക് കുറച്ചെടുക്കാം. പോകണ്ടല്ലോ. ബീഫ് കറി പിന്നെ സാലഡ് എല്ലാം ഉണ്ട്, മുട്ട ഉണ്ട്. പിന്നെ ഒരു ചെറിയ മറ്റേ പരിപ്പറി പോലത്തെ ഒരു ചെറിയ കറി, അത് മസ്റ്റാണ് ഉണ്ടാവും. പക്ഷെ നമുക്ക് സൂപ്പ് നമ്മൾ മൊത്തം തീർത്തിട്ടില്ല. നമുക്ക് കുറച്ച് നേരത്തേക്ക് സൂപ്പ്, നല്ല ചൂടുണ്ട് സൂപ്പ്, കുറച്ച് നേരത്തേക്ക് എന്നിട്ട് നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം. നമുക്ക് ബീഫ് കറി ഒഴിക്കാം. കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോരട്ടെ, കഷ്ണങ്ങൾ പോരട്ടെ, ഈ രസങ്ങളെ. സാലഡ് മസ്റ്റാണല്ലോ, സാലഡ് വേണം. കറി നമുക്ക് കൂട്ടാട്ടോ, കുറച്ച് കറി കൂട്ടാം. ഈ മൂല്യത്തിടാം. അപ്പൊ ഇതാണ് നമ്മളെ ഫുഡ്. സ്റ്റാർട്ട്. നല്ല ചൂട്, നല്ല ചൂട്. നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ട് തന്നെ എത്തുന്ന നാളെന്ന് പറയുക. ഞാൻ പപ്പടം, പിന്നെ നമുക്കൊരു കഷ്ണം കൂടി എടുക്കാം. ഇത് പഠിപ്പില്ല കേട്ടോ. പപ്പടം, പിന്നെ ചോറ്, പിന്നെ ബീഫും. നല്ല ടേസ്റ്റ്. ഇവിടെ കറിയിൽ ഓയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. ഓയിലിൻ്റെ ടേസ്റ്റ് ഉണ്ട് കറിക്ക്. എണ്ണ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കറിക്ക്. ഇറച്ചി നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റാണ്. ഇറച്ചി കൊള്ളാം. നല്ല നല്ല അലുവ കഷ്ണം കൊടുക്കണ്ട, നല്ല അടിപൊളി പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് ഇറച്ചി. ഓക്കെ, സാലഡ് കൂട്ടി ഒരു പിടി പിടിക്കാം. സാലഡ് അധികം വന്നില്ല. പപ്പടം, സാലഡ്. കിള്ളൻ ടേസ്റ്റ്. ഇനി ഇതും കൂടി പിടിച്ചോക്കാം ഗൈസ്. ഓൾറെഡി ചോറ് ബാക്കിയുണ്ട്, കുറച്ച് പുറത്ത് ഓൾറെഡി ഉണ്ട്. എന്തായാലും ആ ചോറിനുള്ള കറിയൊന്നും തികയില്ല, കറിയുടെ ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷെ നമുക്ക് ചോറ് കുറേ ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ പൊതുവെ അങ്ങനെയാണ് ഗൈസ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ശരിക്കും കഴിക്കേണ്ടതെന്ന് അറിയോ? എന്നെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഇറച്ചിയാണ്. ബീഫ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, പോർക്ക് ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, എന്തായാലും ഇറച്ചിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് കാപ്സാണ്. ഒന്നില്ലെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ പൊറോട്ട. കൂടുതൽ കാപ്സാണ് നമ്മൾ കഴിക്കുന്നത്. നാട്ടിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ കൂടുതലും അവർ എന്താ പറയുക, റൈസ് ചില സ്ഥലത്ത് വേണമെങ്കിൽ അവർ പിന്നെയും തരും. ഇപ്പോൾ ഈ മന്തിയൊക്കെ മേടിക്കുമ്പോൾ കണ്ടില്ലേ, റൈസ് പിന്നെ അവർ തരും. പക്ഷെ ഇറച്ചി, ഇറച്ചി, ചിക്കൻ, ബീഫ് ഒന്നും പിന്നെയും തരില്ല. ആണ് ഇവിടെ ഒരു സംഭവം കഴിച്ചു. സോ ലെറ്റ്സ് ഈറ്റ്. നമുക്ക് കഥയൊക്കെ പറഞ്ഞിരുന്നാൽ മതി, നമുക്ക് കഴിക്കാം. കാണോ നിങ്ങൾ ചോറിൻ്റെ ആ ഒരു ചോറിൻ്റെ ബ്രൈറ്റ്നെസ് നോക്കിയാൽ നിങ്ങൾ. ഈ ഒരു ആംബിയൻസ് വരുന്ന ആ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു വെട്ടമാണ്. അച്ചാറൊന്നുമില്ല, അച്ചാറ പുളിയും കൂടി ഉണ്ടായിരുന്നു സെറ്റാണ്.
മുളക് അടിച്ചേ, മുളക് അടിച്ച് ഈ സാലഡിലുള്ള മുളക് ഉണ്ടായിരുന്നു. ഈ സാലഡിൽ മുളക് അടിച്ച് നമുക്ക് ഇതിപ്പോഴും ഉണ്ട് ചേർക്കാനായിട്ട്. ബീഫ് കറി തീർന്നു താഴെ, ബീഫ് കറി തീർന്നു. പ്ലേറ്റിലുള്ള ചോറ് കഴിക്കാനുള്ള ബീഫ് കറി പോലും ബാക്കിയില്ല. നല്ല വിട്ട് വിട്ട് തന്നെ റൈസ് ഉണ്ടോ, നല്ല അടിപൊളി റൈസ്. ഇത് തീർന്നട്ടെ, കറി തീർന്നു. നിങ്ങൾ നോക്കിയേ, ബീഫ് കറി തീർന്നു, ബീഫും തീർന്നു. ഇനി ബാക്കി ഈ കറിയും കൊണ്ട് ബാക്കി അടിക്കാം. വേറൊരു കറി മേടിക്കാൻ, ഒരു കറിയും കൂടി മേടിക്കാൻ എൻ്റെ മനസ്സും എൻ്റെ പോക്കറ്റിലെ പൈസ തന്നെ അനുവദിക്കുന്നില്ല. പൈസ കുറവാണ്. നമുക്ക് കറിയൊന്നും മേടിക്കണ്ട, ഇതൊട്ട് തന്നെ അടിക്കാം. വാ, സാലഡ് ബാക്കിയുണ്ട്, ഈ സാലഡ് എടുക്കാം. സാലഡ് പൊളിയാണ്ടോ. സാലഡും കൂട്ടിയിട്ടിരിക്കാം. പപ്പടം കൂടി വരണം, പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ വേണ്ട. ഓ, അങ്ങനെ ഗൈസ്, ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ് മൊത്തത്തിൽ. കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ചെന്നൈ എത്ര നാളെ ഇവിടെ ഹോട്ടൽ തുടങ്ങിയിട്ട്? 8 മാസം. ഓൾറെഡി വേറെ ടീമിൻ്റെ ആയിരുന്നു നമ്മൾ അവിടുന്ന്. ഇപ്പം എങ്ങനെയുണ്ട് ഏകദേശം? അടിപൊളിയാണ്, അത്യാവശ്യം. ഞാൻ കഴിച്ചത്, സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചത് റൈസും ബീഫുമാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ സജഷൻ എനിക്ക് പറയണം, വീഡിയോ കൂടെ തന്നെ പറയണം. വേറെ ഒന്നുമല്ല ചേട്ടാ, ടേസ്റ്റൊക്കെ ഉഗ്രൻ, അടിപൊളി ടേസ്റ്റ്. ചേട്ടൻ ഒരു 150 രൂപ അല്ലേ ഞാൻ മെനുവിൽ കണ്ട? 150 രൂപ അല്ലല്ല, 130. 130 ആണോ? മറ്റേ ബീഫും നെയ്ച്ചോറ് ബീഫ് 130. 130 ഉള്ളൂ. ഓക്കെ ചേട്ടാ, ഇതിനൊരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൂട്ടിയാലും കുഴപ്പമില്ല. ചേട്ടാ ബീഫ് കറി ഇച്ചിരി കൂടി ക്വാണ്ടിറ്റി കൂടി കൂട്ടണം. ഈ പൈസ കൂട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മളിവിടെ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ ഇവിടെ പിള്ളേര് പഠിക്കാൻ പറ്റുന്ന പിള്ളേര്, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ മനസ്സിലാവും, അവർക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ശരി, ഓക്കെ. ഓക്കെ ഗൈസ്, ഓക്കെ.